നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യ പറഞ്ഞു കേട്ട് ധർമ്മൻ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്താ സുകന്യ നീ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യോ ധർമ്മേട്ടാ. മുറിക്ക് വേണ്ടത്ര വലിപ്പമില്ലെങ്കിലേ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല എന്ന് പറയണ. ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. കണ്ടില്ല ഞാൻ വായിക്കോട്ട് വിടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുകന്യ ഇങ്ങനെ കോട്ടുവായിട്ട് കാണിക്കുകയാണ്. ആ സമയം ധർമ്മൻ ആലോചിച്ചു, ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? ധർമ്മ പാവമായതുകൊണ്ട് ധർമ്മനെ സുകന്യ പറഞ്ഞ് വിശ്വസിച്ചു. ദേ, നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് പല ചതികളും ഇങ്ങനെ പറ്റുമെന്ന് പറയണ. ചതിയോ? അതെ, എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഇങ്ങനെ ചതിയൊക്കെ പറ്റിയിട്ടുണ്ട്. കുഞ്ഞുനാളിലെ ചതിയോ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞു, ഭൂമി അതിന്റെ അച്ചുതണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുവാന്ന്. അച്ചുതണ്ടിലോ? അതേന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭൂമിയുടെ അച്ചുതണ്ട് കാണണം എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഒരു കുടുക്കി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറെ പൈസ ഇട്ട് വെച്ചു, വലുതാകുമ്പോ ഭൂമിയുടെ അച്ചുതണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കില് 6ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോ ശൈലജ ടീച്ചറാ പറഞ്ഞേ, ഈ അച്ചുതണ്ട് എന്നുള്ള വെറു സാങ്കല്പിക രേഖയാന്ന്. സാങ്കല്പികോ? അത് ഒരു സങ്കല്പിച്ച് പറയുന്ന കാര്യമെന്ന്. പിന്നീടല്ലേ എനിക്ക് ആ സത്യം മനസ്സിലായത്, എനിക്ക് ചതി പറ്റിയെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാല് ടീച്ചർ എന്നെ ചതിക്കുകയല്ലേ ചെയ്തേ? അല്ല, അത് പിന്നെ സത്യം പറ, ചതിക്കുകയല്ലേ ചെയ്തേ? ആ, ചതിക്കുകയോ ചെയ്തെന്ന് ധർമ്മം പറഞ്ഞു. ധർമ്മൻ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, പിന്നെ എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ ആ കുടുക്ക പൊട്ടിച്ച് അതിനകത്തെ പൈസയൊക്കെ എടുത്ത് പലഹാരം മേടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മന് ചിരി വന്നു. ആ സമയം സുകന്യ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഇനി നമ്മള് ഇവിടുന്ന് എങ്ങോട്ടാ പോന്നേ? ഇവിടുന്ന് എങ്ങോട്ടാന്നോ? ഇനി ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല, ഇതാ നമ്മുടെ വീട്. നമ്മൾ ഇനി ഇവിടെയാ താമസിക്കാൻ പോണേ. അതിനു മുമ്പ് നമ്മൾ ഒരിടത്തും പോകുന്നില്ല. എവിടെ പോകാനായിട്ട്? എനിക്ക് ഹണിമൂണ് പോണം. അത് കേട്ടപ്പോ ധർമ്മന്റെ മുഖത്തൊരു നാണക്കം വന്നു. ഹണിമൂണോ? അതിപ്പൊ പോണോ? ഇത്തിരി കഴിഞ്ഞിട്ട് പോയാ പോരെ. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഹണിമൂൺ പോന്നേ, അല്ലാതെ 2-3 വർഷം കഴിഞ്ഞിട്ടല്ല. അല്ല, അത് പിന്നെ എന്താ, ഹണിമൂൺ പോകാൻ പറ്റില്ലേ? ആ, പോകാം, നമുക്ക് പോകാന്ന് പറയണ. ആ, അങ്ങനെയാണെ എത്രയും പെട്ടെന്ന് തന്നെ പോണം. ഇതും പറഞ്ഞിട്ട് സുകന്യ കടന്നിട്ട് സുകന്യ പറഞ്ഞു, ഓഹ് എന്താന്ന് അറിയത്തില്ല, ഈ കട്ടിന് തീരെ വലിപ്പം പോരാ. അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ കട്ടിലിന്, എന്നാലും പോരാ. ആ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ധർമ്മ, ഇനി കിടക്കണ സമയത്ത് എന്റെ കൈയും കാലും ഒക്കെ ഞാൻ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഇടുന്ന സ്വഭാവമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നേക്കരുത്. അതും പറഞ്ഞിട്ട് ഒരു തലവണ എടുത്ത് നടുക്കിലേക്ക് വെച്ചു. ധർമ്മൻ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് സുകന്യ അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. ധർമ്മൻ ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ദൈവമേ, ഇതെങ്ങനെയായി തീരുമെന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടായി. അതേസമയം ഇത്ര ഇങ്ങനെ മുറിയിൽ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ ഭയങ്കര ആലോചന? അല്ല, ഞാൻ ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ധർമ്മം മാമന്റെ അല്ലേ? അതെ. അല്ല, ചേച്ചിക്ക് എന്തേലും പ്രശ്നമുണ്ടോ? അതെന്താ മിത്ര അങ്ങനെ ചോദിച്ചേ? എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറയണ. അത്ര പെർഫെക്റ്റ് ആളും തോന്നില്ല. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അത് പിന്നെ പുതിയൊരു വീട്ടിൽ നിന്ന് വന്നല്ലേ, അത് പ്രതീക്ഷിക്കാത്ത സമയത്തല്ല കല്യാണം നടന്നേ, ആരും ചിന്തിച്ചത് പോലും ഇല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. അതൊന്നുമല്ല ആര്യ, എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളോട് എന്തോ ഒളിക്കുന്ന പോലെ ഒരു തോന്നല്. ഹാ, നീ വലിയ പോലീസുകാരി ഞാൻ പോന്നോളല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ പോലീസ് ബുദ്ധി നീ കണ്ടുപിടിക്കും. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്ത് ആണെങ്കിൽ മനസ്സിലുള്ളെങ്കിൽ അത് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലേ കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ 5:30 ഞാൻ അലാറം വെക്കും. രാവിലെ എഴുന്നേക്കണ്ട. എന്തിനാ രാവിലെ എഴുന്നേക്കുന്നേ? ആഹാ, പ്രാക്ടീസ് വേണ്ടേ? അത് പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, കുറച്ചാളും കൂടെ ഉണ്ടല്ലോ, അതിനുശേഷം പോരെ. പിന്നെ അതിനുശേഷോ? അപ്പൊ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണോ പ്രാക്ടീസിന് പോകുന്നത്? അല്ല, അതിനൊരു 3-4 ദിവസം മുമ്പ് പ്രാക്ടീസിന് പോയാൽ പോരെ. അതൊന്നും പറ്റില്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാക്ടീസിന് പോണം, അല്ലെങ്കിലേ ശരിയാകത്തില്ല. ഫിസിക്കൽ ടെസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാലോ. ഒടുവില് ആര്യൻ ഇത് പറഞ്ഞിട്ട് കിടക്കാൻ തുടങ്ങുമ്പോൾ മിത്ര ഇങ്ങനെ ആര്യനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മിത്രയുടെ മനസ്സിൽ ആര്യൻ തന്നെ ആ ഹോൾട്ടർ റൂമിൽ വെച്ച് ഉമ്മ വെച്ച് ആ രംഗം വരുവാണ്. താൻ ഉറങ്ങുവന്ന് കരുതിയിട്ടാണ് ആര്യൻ തന്നെ ഉമ്മ വെച്ചേ. ആര്യൻ ചോദിച്ചു, എന്താ? ഒന്നുമില്ല, എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറയണം. അങ്ങനെ മിത്ര കടന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അലാറം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ എഴുന്നേറ്റു. നോക്കിക്കഴിഞ്ഞും മിത്ര നല്ല ഉറക്കമാണ്. ഓഹോ, ഇവളോട് രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റിട്ടില്ല. എങ്കിലും ഇന്ന് കാണിച്ചുതരാം എന്ന് കരുതിയിട്ട് പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തിരുന്നു. ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചാലോ? ഒഴിക്കാൻ തുടങ്ങിയിട്ട് ഓ വേണ്ട, അല്ലേ ഒഴിക്കണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് മുഖത്തേക്ക് തളിക്കുവാണ്. പെട്ടെന്ന് മിത്ര ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് മിത്രയ്ക്ക് മനസ്സിലായത് താൻ സ്വപ്നം കണ്ടാന്നുള്ള കാര്യം. നോക്കിക്കഴിഞ്ഞപ്പോൾ ആര്യം നല്ല ഉറക്കത്തിലാണ്. മിത്രയ്ക്ക് എന്തോ പിന്നെ ഉറക്കം വന്നില്ല. മിത്ര എഴുന്നേറ്റ് ആര്യന്റെ അടുത്തേക്ക് വന്നിരുന്നു. കുറെ സമയം ആര്യനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം ആര്യന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുക. ആ സമയം ആര്യന് പതുക്കെ ഒന്ന് അനങ്ങിയിട്ട് അങ്ങ് തിരിഞ്ഞു കിടന്നു. മിത്ര പേടിച്ചു പോയി. ദൈവമേ, താൻ ഉമ്മ വെച്ചെങ്ങാനും ഇനി അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പേടി. മിത്ര ചാടി കട്ടിലേക്ക് കയറി. അങ്ങനെ കട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങുവാണ്. പിറ്റേ ദിവസമായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ധർമ്മന് ആ ടെൻഷൻ. ഹണിമൂണിനെ കുറിച്ച് പറയണം.
ഇനിയിപ്പോ എങ്ങനെ പറയും? എന്തായിരിക്കും ഇനിയിപ്പോ ബാലേട്ടന്റെ പ്രതികരണം? ആ ഒരു ചിന്തയൊക്കെയായിരുന്നു ധർമ്മന്റെ മനസ്സിലുണ്ടായിരുന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുവാണ്. ഗോമതിയെ വിളിച്ചു. ഗോമതി അങ്ങോട്ട് വന്നു. മിത്ര അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, മോളെ നീ IASന് പ്രിപ്പയർ ചെയ്യുവാണല്ലോ? ആ അതെ അങ്കിളെന്നൊക്കെ പറയണ. ഗോമതി എന്നിട്ട് എന്താ ബാലേട്ടാ? അതെ, എനിക്കിന്ന് കുറച്ച് നേരത്തെ കടയിലേക്കൊക്കെ പോണെന്ന് പറയണ. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു. ധർമ്മം വന്നിട്ട് പറഞ്ഞു, അതെ അളിയനോട് എനിക്കൊരു കാര്യം പറയണ്ട്. എന്ത്? നീ കാര്യം എന്താ വെച്ചാ പറ. അതേ സമയത്താണ് ആര്യനും ആനന്ദും കൂടെ വരുന്നത്. ആഹാ, മാമൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്ടല്ലോ. കാര്യം എന്ന് വെച്ചാ പറ. എനിക്കതെ അവിടെ പോണം. അവിടെ പോണേ? എവിടെ? അത് അവിടെ പോണെന്ന്. എടാ നീ എവിടെയാ പോണ്ടേന്ന് പറ. ആര്യം പറഞ്ഞു, മിക്കവാറും വല്ല സിനിമയ്ക്ക് പോകുന്ന കാര്യമായിരിക്കും. അതല്ല. ആനന്ദ് പറഞ്ഞ, ആ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ വല്ലയിടത്തും പുറത്തു പോകുന്ന വല്ല കാര്യമായിരിക്കും. അതുമല്ല. കോമതി പറഞ്ഞു, നീ അവിടെ ഇവിടെയും തൊടാതെ അവിടെ പോണം അവിടെ പോണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ധർമ്മന് ആവപ്പാടെ ടെൻഷനാണ്. അപ്പോഴേക്കുമാണ് സുകന്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോണോന്ന്. എല്ലാരും പെട്ടെന്ന് സുകന്യയെ തിരിഞ്ഞു നോക്കുവാണ്. ധർമ്മന് ആകപ്പാടെ വല്ലാത്തൊരു ചമ്മലോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ അതെ ഹണിമൂണിന് പോണം. അപ്പൊ അതാണ് കാര്യം. ആനന്ദും ഒക്കെ ചിരിക്കുവാണ്. ഗോമതി പറഞ്ഞു, അപ്പൊ ഇതായിരുന്നോ? ഇത് നിനക്ക് അങ്ങോട്ട് പറഞ്ഞാ പോരായിരുന്നോ? ബാലൻ പറഞ്ഞു, അതിനെന്താ, പോയിട്ട് പോരെ. എവിടെയാ പോണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് പിന്നെ ആളിയ അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം ആനന്ദ് ചാടി കയറി പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഊട്ടിക്ക് പോയിക്കോ. സുഗന്യ പറഞ്ഞു, ഊട്ടി വേണ്ട, തേക്കടിക്ക് പോയാൽ മതി. ഞാൻ തേക്കടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ധർമ്മ, നിനക്ക് ഇഷ്ടമുള്ള എവിടെയാ? നിനക്ക് ഇഷ്ടമുള്ള എവിടെയാന്ന് വെച്ചാൽ പറ. വേണ്ട, തേക്കടിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ പിന്നെ ധർമ്മനൊന്നും മിണ്ടിയില്ല. ധർമ്മനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തേക്കടിക്ക് പോയിട്ട് വരാൻ പറയണം. സുകന്യ പറഞ്ഞു, ബാലേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, തേക്കടിക്ക് പോകാനുള്ള പൈസ തന്നാൽ മതി. പിന്നെ അവിടെ ചെന്ന് റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ ചെന്ന് അതൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തോളാം എന്ന് പറയണം. അതോടെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് ആകെപ്പാടെ ഒരു ടെൻഷന്. മിത്രയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുവാണ് സുകന്യയുടെ ഈ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. ധർമ്മനൊന്നും മിണ്ടാതെ നിൽക്കുവാണ്. കാരണം ധർമ്മം പറയേണ്ട കാര്യങ്ങളെല്ലാം സുകന്യാണ് പറയണേ. ആ സമയം ബാലൻ പറഞ്ഞു, എന്നാ ശരിയടാ ധർമ്മ, ഒരു കാര്യം ചെയ്യാം, നിനക്കിപ്പോൾ അത്യാവശ്യമുള്ള പൈസ തന്നുവിടാം. പിന്നെ അവിടെ ചെന്നിട്ട് വേണ്ടുന്ന പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. അത് പോരേന്ന് ചോദിക്കുക. ധർമ്മം പറഞ്ഞു, അത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് സുകന്യ ഇങ്ങനെ ധർമ്മനെ നോക്കുന്നുണ്ടായിരുന്നു. ധർമ്മനയുടെ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ധർമ്മൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ധർമ്മനൊരു പാവമായതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന സ്വഭാവമാണ്. അപ്പൊ ആ സ്വഭാവത്തെ നന്നായിട്ട് സുകന്യ മുതലെടുക്കുന്നുണ്ട്. ഒരു മണ്ടനാണ് തന്റെ ഭർത്താവ് എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലുണ്ടായിട്ടുമുണ്ട്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനും ആര്യനും അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുൽക്കൂട് മത്സരത്തെക്കുറിച്ച് ആര്യം പറയണേ. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, പുൽക്കൂട് മത്സരം അതെന്താടാ? അതെ മാമ, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും ചേർന്ന് ഈ തവണത്തെ ക്രിസ്മസിന് ഒരു പുൽക്കൂട് മത്സരം വെക്കുന്നുണ്ട്. മറ്റന്നാളല്ലേ ക്രിസ്മസ്. ആ സമയത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ എന്ന് പറയണം. അങ്ങനെയാണ് നമുക്ക് മത്സരിക്കണം. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും മിത്രയും ഒരു സൈഡ്, പിന്നെ ആര്യനും ആകാശേട്ടനും ധർമ്മ മാമനും ആനന്ദേട്ടനും എല്ലാം നിങ്ങളെല്ലാം ഒരു കക്ഷി, എങ്ങനെയുണ്ട്? ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറയണം. ഇത് സുകന്യ അകത്ത് നിന്ന് കേട്ടു. ഓഹോ, അപ്പൊ താനും ഒന്നിനും ഒരു കക്ഷിക്കകത്തും ഇല്ല, കൊള്ളാലോ, അങ്ങനെയാണ് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ ഈ മത്സരം എന്നൊക്കെ പറയുമ്പത്തേനുവേ, എന്ത് മത്സരം എന്നൊക്കെ പറയാൻ ബാലേട്ടൻ സമ്മതിക്കണ്ടേ? ഓ, അച്ഛൻ എന്തായാലും സമ്മതിക്കുമേ. അല്ല ബാലേട്ടൻ്റെ അനുമതിയും കൂടെ മേടിച്ചിട്ട് പോരെ? നമുക്ക് നോക്കാം, അച്ഛനോട് പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് ദേവിമോളും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. ഗോമതിക്ക് ആ പഴയ ടെൻഷനാ. ദേവിമോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കളറായന. മീനാക്ഷി പറഞ്ഞു, അതിപ്പോ ദേവേച്ചിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ, അവിടെ അമ്മയ്ക്ക് മേലാത്തോണ്ടല്ലേ. അത് കഴിയുമ്പം ദേവേച്ചി ഇങ്ങോട്ട് വന്നോളൂ. മിത്ര പറഞ്ഞു, നമുക്ക് പുൽക്കോണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ ദേവിച്ചേച്ചിക്ക്. ദേവിച്ചേച്ചിക്കും ഭയങ്കര സന്തോഷമാവുമല്ലോ. ആനന്ദിന്റെ മുഖമൊക്കെ മാറിയിരിക്കുകയാണ്. ആ സമയം ബാലൻ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട ഒരു കാര്യമുണ്ട്. എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, നീ കാര്യം എന്താ വെച്ചാ പറ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ആര്യ, കാര്യം പറയടാന്ന് പറഞ്ഞു. അതെ അച്ഛാ, ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ. അതിന്റെ ഭാഗമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കൽ മത്സരം ഉണ്ടെന്ന് പറയണം. എന്നിട്ടോ ആ മത്സരത്തിൽ ആരാ പ്രൈസ് മേടിക്കണേന്ന്. ഓ, അങ്ങനെയാണല്ലേ, കൃഷ്ണമംഗലംകാരും മത്സരത്തിനുണ്ട്. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് മത്സരിക്കാന്ന് പറയാ. ഇതെല്ലാം സുകന്യ അകത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ തവണ നമ്മൾ തന്നെ ഈ മത്സരത്തിൽ ജയിക്കണം. അറിയാലോ,
പുൽക്കൂട് മത്സരത്തിൽ ഒന്നാം സമ്മാനം മേടിക്കുന്ന ഉറപ്പുണ്ടെ മാത്രം പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ ഡബിൾ ഓക്കെ അല്ലേ, നമ്മൾ ഈ മത്സരത്തിന് ഉറപ്പായിട്ടും ജയിക്കും, നമ്മളായിരിക്കും പ്രൈസ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സുകന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് എല്ലുവാണ്. അവളുടെ ചതി. അവള് ചെന്ന് കഴിഞ്ഞപ്പം അച്യുതനും അലോകം കൊണ്ട് ഇറങ്ങി വന്നു. അല്ല, രാശ്രയിച്ചി അല്ലേന്ന് ചോദിക്കുകയാണ്. രാശ്രയി നന്ദിനിയും കൂടെ മൂകാംബി ക്ഷേത്രത്തിൽ പോയിരിക്കോ. ഓ, എന്തേലും പറയാനാണോ? അതെ, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പറയാണ്. പിന്നീട് അങ്ങനെ സുകന്യ പുൽക്കൂട് മത്സരത്തെക്കുറിച്ചൊക്കെ അച്യുതനോടും അലോകനോടും പറയണം. ഓഹോ, അപ്പൊ അങ്ങനെ ഇത്തവണത്തെ പുൽക്കൂട് മത്സരത്തിൽ അവർ സമ്മാനം മേടിക്കാൻ തീരുമാനിച്ചിരിക്കണം. കാണിച്ചു കൊടുക്കാം. കൃഷ്ണമംഗലംകാർ തന്നെ ആ പ്രൈസ് ഇങ്ങോട്ട് കൊണ്ടുവരും. സുകന്യ വെച്ച്, ഞാൻ എന്തേലും ചെയ്യേണ്ടതുണ്ടോ? അതെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണമെന്ന് പറയാണ്. സുകന്യ ചതിക്കാനായിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.